Devil's Alternative. വ്യത്യസ്തമായ ജോണറുകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ച എഴുത്തുകാരനും സംവിധായകനുമാണ് മിഥുൻ മാനുവൽ തോമസ്. ആടൊരു ഭീകരജീവിയാണ്, അഞ്ചാം പാതിര, അങ്ങനെ ഏറെ വ്യത്യസ്തമായ ജോണറുകൾ പരീക്ഷിക്കുകയും അതെല്ലാം വിജയകരമായി പ്രേക്ഷക മനസ്സിൽ കുടിയിരുത്തുകയും ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ മിഥുൻ മാനുവൽ തോമസിന്റെ എബ്രഹാം ഓസ്ലറിന് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു തകർപ്പൻ ട്രെയിലറാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. മിഥുൻ മാനുവലിന്റെ സംവിധാനത്തിനൊപ്പം മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാർ ജയറാമിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് കൂടിയായിരിക്കും എബ്രഹാം ഓസ്ലർ എന്ന് ഉറപ്പിക്കുന്ന ട്രെയിലറാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. സത്യത്തിൽ എബ്രഹാം ഓസ്ലറിന്റെ അനൗൺസ്മെന്റ് മുതൽ മലയാളം സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ജയറാമിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവിനായി. ഒരുപക്ഷെ ജയറാം തന്റെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വ്യത്യസ്തമായ, ഇത്ര റഫ് ആൻഡ് ടഫ് ലുക്കിലെത്തുന്ന ഒരു തകർപ്പൻ ത്രില്ലർ ചിത്രത്തിൽ നായകനാകുന്നത്. ജയറാം എന്ന നടന്റെ തികച്ചും വ്യത്യസ്തമായ, ശക്തമായ പ്രകടനം കൂടിയായിരിക്കും ഓസ്ലറിൽ കാണാൻ സാധിക്കുക എന്ന് ഉറപ്പ് നൽകുന്ന ട്രെയിലർ കൂടിയാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. അഞ്ചാം പാതിരയിലൂടെ മികച്ച ത്രില്ലർ അനുഭവം സമ്മാനിച്ച മിഥുന്റെ മറ്റൊരു ക്ലാസ് ത്രില്ലർ പ്ലസ് റിവെഞ്ച് ചിത്രമായിരിക്കും ഓസ്ലർ എന്ന് ട്രെയിലർ സൂചനകൾ നൽകുന്നു. എബ്രഹാം ഓസ്ലർ എന്നത് ഒരു നിഗൂഢത നിറഞ്ഞ കഥാപാത്രമായിട്ടാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. അയാൾ നായകനാണോ വില്ലനാണോ ഇതൊന്നും തന്നെ ട്രെയിലറിൽ പറയുന്നില്ല. അയാൾ സത്യസന്ധനായ ഒരു പോലീസുകാരനാണോ, അതോ ഒരു മികച്ച ഡോക്ടറാണോ, അതോ പ്രതികാരദാഹിയായ വില്ലനാണോ? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതികാരമായിരിക്കുമോ എബ്രഹാം ഓസ്ലർ എന്ന സിനിമ? ഈ കഥാപാത്രം ആരാണ് എന്നത് ശരിക്കും ട്രെയിലറിൽ ഒരു സസ്പെൻസ് ആയി നിർത്തിയിരിക്കുകയാണ്. ചിത്രത്തിലെ ജയറാമിന്റെ കഥാപാത്രമാണോ എബ്രഹാം ഓസ്ലർ എന്നത് ഇപ്പോഴും അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വേണം ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. കാരണം ട്രെയിലറിൽ ഒരിടത്ത് പോലും ആരും ജയറാമിന്റെ കഥാപാത്രത്തിനെ എബ്രഹാം എന്നോ ഓസ്ലർ എന്നോ വിളിക്കുന്നില്ല. അതെല്ലാം പശ്ചാത്തലത്തിലെ ഡയലോഗിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. അതേസമയം ജയറാമിനോട് ചില ആളുകൾ ആ കഥാപാത്രത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷനും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയറാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണോ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, ഉറക്കം പോലും നഷ്ടപ്പെട്ട പ്രതികാരദാഹിയായ ഒരു മനുഷ്യനാണോ, ഒരു റിവെഞ്ച് ചിത്രമാണെന്നോ അതോ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണെന്നോ ഉള്ള സൂചനകൾ നൽകുന്നുണ്ട്. അതേസമയം തന്നെ ചിത്രത്തിലെ നായകനും വില്ലനും ഒരുപക്ഷെ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെ ആയിരിക്കുമോ എന്ന സംശയങ്ങളും ട്രെയിലർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും ജയറാമിന്റേതെന്ന് ഉറപ്പാണ്. അതേസമയം വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി നേടിയ അർജുൻ അശോകന്റെ ഒരു കിടിലൻ കഥാപാത്രവും ജയറാമിനൊപ്പം ഉണ്ടെന്ന് ട്രെയിലർ സൂചന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്ലറിൽ അനശ്വര രാജിന്റെയും ജഗദീഷ്, സിദ്ദിഖ്, സായ് കുമാർ എന്നിങ്ങനെ ഒരുപിടി മികച്ച താരങ്ങളുടെ കുറെ നല്ല പെർഫോമൻസും നമുക്ക് കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. ജയറാമിനൊപ്പം ചിത്രത്തിൽ ഒരു മാസ് ക്യാമിയോ അപ്പിയറൻസിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഉണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയും മമ്മൂട്ടിയുടെ ചിത്രത്തിലെ ക്യാരക്ടർ ലുക്കോ മറ്റൊരു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഒരു സർപ്രൈസ് കഥാപാത്രം തന്നെ ആയിരിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിക്കുക എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ട്രെയിലറിൽ പ്രതിപാദിക്കുന്ന ആ ഒരു ചെകുത്താൻ അല്ലെങ്കിൽ ആ ഒരു സൈക്കോ കഥാപാത്രമായി എങ്ങാനും മമ്മൂക്ക വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ബോക്സ് ഓഫീസിൽ എബ്രഹാം ഓസ്ലർ തീപ്പൊരി കളക്ഷൻ തന്നെ ആയിരിക്കും നേടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ജനുവരി 11-നായി. ഏറെ സർപ്രൈസുകൾ ഒളിപ്പിച്ച, ഏറെ അപ്രതീക്ഷിതമായ മൊമെന്റുകൾ കൊണ്ടും മലയാള സിനിമാ പ്രേക്ഷകരെ അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകൻ ഞെട്ടിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. എബ്രഹാം ഓസ്ലറിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേഷൻസിനും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസീസ്.